കേരളത്തിലെ പോലീസ് വിഭാഗത്തിൽ 3 പ്രധാനപ്പെട്ട പോലീസ് അസോസിയേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഭരണം മാറിയ ഉടനെ ഈ 3 അസോസിയേഷനുകളിൽ 2 അസോസിയേഷനുകളെ ഒന്നാക്കാൻ തീരുമാനിച്ചു. 2 അസോസിയേഷനും ഒന്നാക്കാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ ആദ്യത്തെ KPAയും അതുപോലെ തന്നെ KPOയും. മൂന്നാമത്തത് സ്വതന്ത്രമായിട്ട് നിലനിർത്താനും തീരുമാനിച്ചു. അച്ചടക്ക നടപടിക്ക് ആറും കൊല്ലം സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് അതിൻ്റെ അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി അവർ. ഹൈക്കോടതി ഈ അഡ്ഹോ കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിന് സ്റ്റേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്തും ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, ഒരു ജനാധിപത്യ സ്വഭാവവും നിലനിർത്താത്ത, അവരോട് ചർച്ച പോലും ചെയ്യാത്ത ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഓരോ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല പ്രഹരമാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഈ അസോസിയേഷനുകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിതിൻ്റെ എല്ലാം വക്താക്കളായി വരാൻ പോകുന്നു എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നല്ല തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്.